ഒരു പ്രഗ്നന്റ് മദർ ഇല്ലെങ്കിൽ ബർത്തിങ് മദർ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഹസ്ബൻഡിന്റെ സപ്പോർട്ടാണ്. ഇപ്പോൾ എത്ര അറിയുന്ന ഡോക്ടർ ആണെങ്കിലും എത്ര നല്ല ലേബർ റൂം ആണെങ്കിലും ഹസ്ബൻഡ് കൂടെ നിന്ന് കുഴപ്പമില്ല നിനക്ക് ചെയ്യാൻ പറ്റൂന്ന് പറയുന്ന ആ ഒരു കോൺഫിഡൻസ്, അതാണ് അവരുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിപ്പോൾ രണ്ടുപേരുടെയും കുട്ടിയാണ്. അപ്പം അതുകൊണ്ട് ഹസ്ബൻഡിനെ പുറത്ത് നിർത്തിയിട്ട് വൈഫ് മാത്രം ഇതെന്താന്നുള്ളത് അറിയുന്നതിൽ കാര്യമില്ല. അപ്പം എന്തായാലും ഹസ്ബൻഡ്സ് കൂടെ നിൽക്കുന്നത് തന്നെയാണ് ഞങ്ങൾക്ക് നല്ലത്. കാരണം നമുക്ക് എന്തുണ്ടെങ്കിലും അപ്പം തന്നെ ആളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എന്താണ് സംഭവിക്കുന്നത്. ചില ഹസ്ബൻഡ്സ് ആക്ച്വലി ഭയങ്കര സപ്പോർട്ടീവാണ്. കാരണം അപ്പം നമ്മളിപ്പോൾ വെർബലി കൊടുക്കേണ്ടി വരുമല്ലോ, പുഷ് ചെയ്യോ അല്ലെങ്കിൽ കാമായിട്ട് കിടക്കൂ എന്ന് പറയുന്ന സ്ഥലത്ത് പുള്ളി നിന്നിട്ട് ചെയ്യുന്ന ആ ഒരു എൻകറേജ്മെന്റ് ഉണ്ടല്ലോ, അതൊരു വേറെ ലെവലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പണ്ട് ഒരു ഡെലിവറി കഴിയുമ്പോൾ ആ ഒരു ഫാദറിന് വലിയൊരു റോളില്ല, അവർക്ക് അറിയില്ല എന്താ ചെയ്യണ്ടേ. ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ വൈഫിനെ ഞാൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബേബിനെ ഞാൻ എങ്ങനെ, ഈവൻ പലപ്പോഴും ഡൈപ്പർ മാറ്റാൻ പോലും അറിയാത്ത ഫാദേഴ്സ് ഉണ്ട്. അപ്പം അത് കാരണം സൊസൈറ്റി അങ്ങനെയാണ് അവരെ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. അവർക്ക് പ്രഗ്നൻസി ആകുമ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇല്ലെങ്കിൽ ലേബർ റൂമിൻ്റെ അകത്ത് ഇങ്ങനെയാണ് നടക്കുന്നത്, നിങ്ങളുടെ വൈഫ് ഇത്രയും പെയിനാണ് സഹിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഐഡിയയും അവർക്ക് ഉണ്ടാവില്ല. പോസ്റ്റ് ഡെലിവറിയും ആരും അവരെന്തെങ്കിലും ബേബിക്ക് വേണ്ടി ചെയ്യുന്നുള്ളത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അവരുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് അവരുടെ ഫാദേഴ്സ് ആയിരിക്കും, അവരും ഇതേപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ട്രെൻഡ് ഇപ്പം പതുക്കെ മാറി വരുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അതിൽ കൂടുതലും ഈ ആൻറ്റിനേറ്റൽ ക്ലാസ്സസ്, നമ്മളിപ്പോൾ ഓരോ ഹോസ്പിറ്റൽസിൽ ആൻറ്റിനേറ്റൽ ക്ലാസ്സസ് ഉണ്ട്. അവിടെ ഭാര്യയും ഭർത്താവും രണ്ടുപേരായിരിക്കും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അവർക്ക് കൂടുതലും ഇങ്ങനെയാണ് ലേബർ റൂം, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അറിയാൻ പറ്റുന്നുണ്ട്. ശരിക്കും അവർ തമ്മിലുള്ള ഒരു ബോണ്ടിലും നല്ല വ്യത്യാസം. അത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ബോണ്ടിലാണെങ്കിലും ഫാദർ ആൻഡ് ബേബി ബോണ്ടാണെങ്കിലും നല്ല രീതിയിൽ അത് വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതലും അവർ ഇമോഷണലി ഇൻവോൾവ് ആവുന്നുണ്ട് ആ ഒരു പ്രഗ്നൻസി എന്ന് പറയുമ്പോഴേക്കും. ഇതൊരു സ്ത്രീയുടെ മാത്രം കടമയല്ല, ഇത് എൻ്റെയും ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത് ഐ തിങ്ക് ഹസ്ബൻഡ്സ് കൂടെ നിൽക്കുമ്പം കൂടുതലും അവർക്കറിയാം. പിന്നെ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ആരും അങ്ങനെ അവിടെ വന്ന് തലകറങ്ങി വീഴാറൊന്നുമില്ല. വളരെ റെയർ ആയിട്ടാണ് അങ്ങനെ ഒരു സംഭവങ്ങൾ നടക്കാറുണ്ട്, പക്ഷെ വളരെ റെയർ ആയിട്ടാണ്. അപ്പോൾ സിനിമയും റിയാലിറ്റിയും വളരെയധികം വ്യത്യസ്തമാണ്. ഈ അടുത്തൊരു ഡെലിവറിക്ക് ഭയങ്കര കോപ്പറേറ്റീവ്, ഭയങ്കര സപ്പോർട്ടീവായിട്ട് ഒരു ഹസ്ബൻഡ് നിന്ന് ഡെലിവറി കഴിഞ്ഞു, സ്യൂച്ചറിങ് ഒക്കെ സ്റ്റിച്ചെല്ലാം കഴിഞ്ഞ് ആളെ റിലാക്സ് ചെയ്തിട്ട് പുറത്തു പോയിട്ട് പുള്ളിയുടെ അമ്മേനെ കയറി കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു.